ഹരി ഓം. ദശകം 17 ശ്ലോകം 2. അംഗേ പിതുസുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതിസുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുസുതരാം സുരുച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അംഗേ പിതുഹു സുരുചി പുത്രകം ഉത്തമം തം. പിതുഹു സുരുചി, പിതുസുരുചി. പുത്രകം ഉത്തമം, പുത്രകമുത്തമം തം. അംഗേ പിതുസുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതഃ അധിരോക്ഷ്യൻ. ധ്രുവഃ കില, അത് നമ്മൾ വായിക്കുമ്പം ധ്രുവക്കില എന്ന് വായിക്കണം. വിസർഗം കഴിഞ്ഞ് വരുന്നക്ക ഒന്ന് ഇരട്ടിച്ചേക്കണം. അപ്പം ദൃഷ്ട്വാ ധ്രുവക്കില സുനീതി സുതോധിരോക്ഷ്യൻ. സുതഃ അധിരോക്ഷ്യൻ, സുധോധിരോക്ഷ്യൻ. അവിടെ ആയാണ് പ്രശ്ലേഷ ചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. ആചിക്ഷിപേ കില ശിശുഹു സുതരാം സുരുച്യ. ആചിക്ഷിപേ കില ശിശുസുതരാം സുരുച്യ. ദുഹു സന്ധ്യജ. ദു കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്. അപ്പം ദുസന്ധ്യജ. ഖലു ഭവത് വിമുഖൈഃ അസൂയ. ഭവദ്വിമുഖൈരസൂയ, ഭവദ്വിമുഖൈരസൂയ. ദുസന്ധ്യജ ഖലു ഭവദ്വിമുഖൈരസൂയ. ഭവദ്വിമുഖൈരസൂയ എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്നുവെച്ചാൽ പറഞ്ഞ് തെറ്റാണ്ട് ഭവദ്വിമുഖൈരസൂയ എന്ന് പറയാമെങ്കിൽ അങ്ങനെ പറയാം, കുഴപ്പമില്ല. അംഗേ പിതുസുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതിസുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുസുതരാം സുരുച്യ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയ. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ സുനീതിയുടെ നേരെയുള്ള ആ ഒരു ഭർത്താവിൻ്റെ ദേഷ്യം, അനാദരവ് അവളുടെ പുത്രൻ്റെ നേരെയും കാട്ടുവാനായിട്ട് രാജാവ് നിർബന്ധിതനായിത്തീരുന്നു. പിതുഹു അംഗേ സുരുചിപുത്രകം തം ഉത്തമം ദൃഷ്ട്വാ. പിതുഹു അംഗേ സുരുചിപുത്രകം തം ഉത്തമം ദൃഷ്ട്വാ. ഒരിക്കൽ പിതുഹു അച്ഛൻ്റെ അംഗേ മടിയിൽ, അപ്പം ഒരിക്കൽ അച്ഛൻ്റെ മടിയിൽ സുരുചിപുത്രകം സുരുചിയുടെ ഓമന മകനായ ആ ഉത്തമനെ കണ്ടിട്ട്, സുരുചി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാര്യ, അപ്പോൾ രണ്ടാമത്തെ ഭാര്യയുടെ ആ ഓമന മകനായ അവൻ്റെ പേരാണ് ഉത്തമൻ. അവൻ അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സുനീതി സുതഃ ധ്രുവക്കില അതിരോക്ഷ്യൻ. ആ സുനീതിയുടെ പുത്രനായ ധ്രുവൻ ആകട്ടെ ഒരു കൊച്ചുകുട്ടി മടിയിലിരിക്കുന്ന കാണുമ്പോൾ അടുത്ത് വേറൊരു കുട്ടി നിൽക്കുമ്പോൾ അവനും അവൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ തോന്നുമല്ലോ. അതുപോലെ സുനീതി സുതഃ ധ്രുവഃ കില അതിരോക്ഷ്യൻ. സുനീതിയുടെ പുത്രനായ ധ്രുവനാകട്ടെ മടിയിൽ കയറിയിരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ശിശുഹു സുരുച്യാസുതരാം. ശിശുഹു ആ കുട്ടിയെ സുരുചി കലശലായിട്ട് ശകാരിച്ചു പോൽ. അപ്പം സുരുചിക്ക് മാത്രമായിട്ടുള്ളതാണ് ആ ഭർത്താവ്, സുരുചിയുടെ മകന് മാത്രമേ ഇരിക്കാവൂ എന്നുള്ള ആ സുരുചിയുടെ അഹങ്കാരം കാരണം ആ കുട്ടിയെ, ആ ധ്രുവൻ, ആദ്യത്തെ ഭാര്യയായ സുനീതിയുടെ കുട്ടിയെ സുരുചി കലശലായിട്ട് ശകാരിച്ചുപോൽ. അതാണ് ശിശുഹു സുരുച്യാ സുതരാം
ആചിക്ഷിപേ കില, ശകാരിച്ചു, കില ആചിക്ഷിപേ കില എന്ന് പറഞ്ഞാൽ ശകാരിച്ചു പോൽ. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ശകാരിച്ചു പോൽ. ഭവത് വിമുഖൈഹി അസൂയ ദുസന്ധ്യജാ ഖലു. ഭവത് വിമുഖൈഹി, അങ്ങയുടെ നേരെ ആഭിമുഖ്യമില്ലാത്തവർക്ക് അസൂയ വിട്ടുമാറാത്തതാണല്ലോ. അതും ഭട്ടതിരിപ്പാട് പറയുകയാണ്. അതാണ് ഭവത് വിമുഖൈഹി അസൂയ ദുസന്ധ്യജാ ഖലു. അപ്പം ആ ഭഗവാന്റെ നേരെ ഭക്തിയില്ലാത്തവളാണ് സുരുചി. അപ്പോൾ അവൾക്കെന്തോന്നാണ്, അവൾക്ക് ആ രാജാവിൻ്റെ ഭാര്യയാണെന്നുള്ള ഭാവമുണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിലിരിക്കുന്നവൾക്ക് ഭക്തിയൊന്നും ഇല്ല. അപ്പം അങ്ങനെ ആ ഭഗവാനോട് ഭക്തിയില്ലാത്ത, ആഭിമുഖ്യമില്ലാത്തവർക്ക് അസൂയ വിട്ടുമാറത്തില്ലത്തോ, അസൂയ കാണും എന്നാണ് ഭട്ടതിരിപ്പാട്. അസൂയ, കുശുമ്പ്, ഇതെല്ലാം അഹങ്കാരം, ഇതെല്ലാം ഉണ്ടാകുന്നത് ഭഗവാനോട് ഭക്തിയില്ലാത്തവർക്കാണ് എന്നാണ് ഭട്ടതിരിപ്പാട് ഇവരെ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ആ സുനീതിയുടെ പുത്രനായ ധ്രുവൻ തൻ്റെ പിതാവിൻ്റെ മടിയിൽ സുരുചിയുടെ മകനായ ഉത്തമനെ കണ്ടു. അപ്പോൾ സുരുചിയുടെ മകനായ ഉത്തമൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ആ കൊച്ചുകുട്ടി, 5 വയസ്സ് പ്രായം എന്നാണ് പറയുന്നത്, 5 വയസ്സ് പ്രായമായ ധ്രുവന് അവനും അവൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് അവനും അച്ഛൻ്റെ മടിയിൽ കയറുവാനായിട്ട് ഒരുങ്ങി. അപ്പോൾ അത്യധികം അസൂയാലുവായ സുരുചി ആ ധ്രുവൻ്റെ മേലെ ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു പോലും. എന്നുവെച്ചാൽ, നിനക്ക് എൻ്റെ മകന് മാത്രമേ ഇരിക്കാനുള്ള അവകാശമുള്ളൂ, നിനക്ക് ഈ അച്ഛൻ്റെ മടിയിൽ, രാജാവിൻ്റെ മടിയിൽ ഇരിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ കൊച്ചു കുഞ്ഞിനെ അപമാനിച്ചു. ആക്ഷേപ വാക്കുകൾ പറഞ്ഞ് ഒരുപാട് അപമാനിച്ചു. ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു. അപ്പം അങ്ങയിൽ ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക് അസൂയ ഉണ്ടാകും. അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അസൂയ ഉണ്ടായേ തീരുള്ളൂ. അസൂയ ഉപേക്ഷിക്കാൻ സാധ്യമല്ലല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്കേ പിതുസുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശിശുസുതരാം സുരുച്യാ ദുസന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ.